അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു ആൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഡൈപോൾ മൂലം ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ ഇനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. എന്തൊരു ഡൈപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് ഈക്വലും അതുപോലെ തന്നെ ഓപ്പോസിറ്റും ആയിട്ടുള്ള രണ്ട് ചാർജസ് അല്ലേ. രണ്ട് ഈക്വലും ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇത് 5 കുളമ്പാണെന്ന് എടുക്കണമെങ്കിൽ ഇത് -5 കുളമ്പായിരിക്കും അല്ലേ. ഇനി ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? 2a ആണ്. അതായത് അവരുടെ ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത് 2a ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറഞ്ഞാൽ ടു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ്. അതിനാണ് നമ്മൾ ഡൈപോൾ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഡൈപോൾ മൂലം ഇവിടെ എവിടെയെങ്കിലും ഞാനൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആ പോയിന്റിൽ ഉണ്ടാവുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് അടുത്തത് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഡെറിവേഷൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഇനി. അപ്പോൾ ഈ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ഒരു ഡൈപോളിനെ കൺസിഡർ ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ഡൈപോളിനെ വരയ്ക്കുകയാണ്. അപ്പോൾ നമ്മളൊരു ഡൈപോളിനെ കൺസിഡർ ചെയ്തു. ഇത് -q, ഇത് +q. -q ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് a എന്നും +q ഇരിക്കുന്ന ഭാഗത്ത് നമുക്ക് എന്ത് കൊടുക്കാം? b എന്നും. ഇനി അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇനി ഇവിടെ എവിടെയെങ്കിലും ആയിട്ട് നമ്മളൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യാം. ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ ഈ ഡൈപോൾ മൂലം ഞാനിപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഒരു പോയിന്റിനെ ഞാൻ കൺസിഡർ ചെയ്യാണ്. ആ പോയിന്റിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നോക്കി, ഇപ്പം ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ് ഞാനൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കാം, എന്തുകൊണ്ട് അവിടെ ചെയ്തു? ഇക്വറ്റോറിയൽ ലൈനിലോ അല്ലെങ്കിൽ ആക്സിയൽ ലൈനിലോ നമുക്ക് കൺസിഡർ ചെയ്തുകൂടെ? ചെയ്യാം, കുഴപ്പമില്ല. നമ്മളിതിൽ ലാസ്റ്റ് നമ്മളത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആക്സിയൽ ലൈനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം ആ പോയിന്റിനെ ഞാൻ എവിടെ കൺസിഡർ ചെയ്യണം? ഈ ആക്സിയൽ ലൈനിൽ കൺസിഡർ ചെയ്യണം. ഇക്വറ്റോറിയൽ ലൈനിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കണം. പക്ഷേ ഇതിന് രണ്ടിൻ്റെയും ഇടയിലാണ് ഞാനിപ്പോൾ ഈ പോയിന്റിനെ കൺസിഡർ ചെയ്തത്. അതായത് സി എന്ന് പറഞ്ഞ പോയിന്റിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്തേക്കുന്നത് ഇക്വറ്റോറിയൽ ലൈനിലും അല്ല ആക്സിയൽ ലൈനിലും അല്ല, രണ്ടിൻ്റെയും ഇടയിലായിട്ടാണ് ഞാൻ ഈ പോയിന്റിനെ, അതായത് സി എന്ന് പറഞ്ഞ ഈ പോയിന്റിനെ കണ്ടോ, സി എന്ന് പറഞ്ഞ ഈ പോയിന്റിന് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി നമുക്കത് ജോയിൻ ചെയ്യിപ്പിക്കാമല്ലോ. അടുത്തതായിട്ട് സി എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നോക്കി, നമുക്കറിയാം ഡൈപോളിൻ്റെ ഡൈപോൾ ലെങ്ത് എന്ന് പറയുന്നത് എത്ര? 2a ആണ്. അതായത് ഇവിടെ തുടങ്ങി ഇവിടെ വരെ എന്ന് പറയുന്നത് 2a ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സെൻറ്റർ O എന്ന് ഞാൻ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തുടങ്ങി ഇവിടെ വരെ നമുക്ക് എങ്ങനെ വിളിക്കാം? a എന്നും ഇവിടെ തുടങ്ങി ഇവിടെ വരെ a യും ആയിരിക്കും അല്ലേ. അങ്ങനെയല്ലേ നമുക്ക് 2a എന്ന് കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? സെൻറ്ററിൽ നിന്ന് സി വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ R എന്ന്, എ സിയുടെ ഡിസ്റ്റൻസ് ഞാൻ R1 എന്നും ബി സിയുടെ ഡിസ്റ്റൻസിന് ഞാൻ R2 എന്നും മാർക്ക് ചെയ്യാണ്. മനസ്സിലായോ? അതായത് സെൻട്രൽ ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് O വരെയുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്ത് കൊടുത്തു? R എന്ന് വിളിച്ചു. അതുപോലെ തന്നെ എയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതായത് -qയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസിന് ഞാൻ എന്ത് വിളിച്ചു? R1 എന്നും +qയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് ഞാൻ R2 എന്നും വിളിച്ചു. അടുത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഓരോ ചാർജ് മൂലം ശ്രദ്ധിച്ച് കേൾക്കണം. -q എന്ന് പറഞ്ഞ ചാർജ് മൂലം സിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ +q ചാർജ് മൂലം സിയിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യൽ നമ്മൾ കണ്ടുപിടിക്കണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ടോട്ടൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എത്രയാണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. ആദ്യം തന്നെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം അല്ലേ. അപ്പം നമുക്കത് ചെയ്യാമല്ലോ. അപ്പം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ at C, സിയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അല്ലേ നമുക്ക് കണ്ടുപിടിക്കുന്ന at C ഡ്യൂ ടു ആര് മൂലം? ആദ്യം തന്നെ നമുക്ക് +q -q ഏത് വേണമെങ്കിലും എഴുതാം. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്ക് +q ഇലക്ട്രിക് പൊട്ടൻഷ്യൽ B is equal to 1/4πε0 q/r എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ആണല്ലോ. ഈ R എന്ന് പറഞ്ഞ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഡിസ്റ്റൻസിനെ സൂചിപ്പിക്കുന്നതാണ്. എവിടെ നിന്ന് എവിടെയും വരെയുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും? അപ്പോൾ നമ്മൾ +q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഏത് ഡിസ്റ്റൻസ് ആയിരിക്കും? BC എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആയിരിക്കും അല്ലേ. +qയിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ആറിൻ്റെ സ്ഥാനത്ത് BC എന്ന് നമുക്ക് അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? R2 ആണ്. ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? R2 എന്ന് കൊടുക്കാം അല്ലേ. ഇനി +q ചാർജ് മൂലം, പോസിറ്റീവ് ചാർജ് മൂലമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് V ഇട്ടിട്ട് +q എന്ന് ഇങ്ങനെ ഇട്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ നമ്പർ 1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത് എന്ത് ചെയ്യണം? -q ചാർജ് മൂലമുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്.
അല്ലേ? അപ്പം നോക്കിയേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. അപ്പോൾ എന്തായിരിക്കും ഇക്വേഷൻ? V മൈനസ് ക്യൂ ഇസ് ഈക്വൽ ടു 1/4πε0 ക്യൂ ബൈ എത്രയായിരിക്കും? മൈനസ് ക്യൂവിൽ നിന്ന് സിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? R1 ആണ്. ഇക്വേഷൻ നമ്പർ 2 അല്ലേ? ഇനി ഇവിടെ നമ്മൾ മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് മൂലമല്ലേ നമ്മൾ എടുക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവിടെ ഒരു മൈനസ് എന്ന് ഇട്ടു. ഇക്വേഷൻ നമ്പർ എന്ത് കൊടുക്കണം? 2 എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, അപ്പോൾ V മൈനസ് ക്യൂ എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു 1/4πε0 മൈനസ് ക്യൂ ബൈ R1 എന്നാണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ, ഇപ്പോൾ നമ്മൾ ഓരോ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയായിരിക്കും? നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എന്താ? ടോട്ടൽ പൊട്ടൻഷ്യൽ ആണ് അല്ലേ? ടോട്ടൽ പൊട്ടൻഷ്യൽ, നെറ്റ് പൊട്ടൻഷ്യൽ V ഇസ് ഈക്വൽ ടു V പ്ലസ് ക്യൂ പ്ലസ് V മൈനസ് ക്യൂ മൂലമുള്ളത് അല്ലേ? രണ്ടിൻ്റെയും സമ്മാണല്ലോ നെറ്റ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ടുപിടിക്കാമല്ലോ നമുക്ക്. ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് V പോസിറ്റീവ് ചാർജ് പോലുള്ള പൊട്ടൻഷ്യൽ ഇക്വേഷൻ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മൈനസ് ക്യൂ പോലുള്ള പൊട്ടൻഷ്യലിന് നമ്മൾ ഇതിലേക്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. V ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/4πε0 ക്യൂ ബൈ R2 പ്ലസ് 1/4πε0 മൈനസ് ക്യൂ ബൈ R1 എന്ന് വരും അല്ലേ? രണ്ടിലും 1/4πε0 എന്ന് പറഞ്ഞ ടേം കോമൺ ആയിട്ടുണ്ട്. അതായത് ഇവിടെയും 1/4πε0 ഉണ്ട്, ഇവിടെയും 1/4πε0 ഉണ്ട് ആണല്ലോ. അതുപോലെ തന്നെ ഇവിടെയും ക്യൂ ഉണ്ട്, ഇവിടെയും ക്യൂ ഉണ്ട്. അപ്പോൾ കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 1/4πε0യും ക്യൂ ആണ് ഇതിലെ കോമൺ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവരെ പുറത്തെടുക്കാമല്ലോ. അപ്പോൾ എന്ത് വരും? V is equal to Q by 4πε0. അതായത് ക്യൂവിനെയും 1/4πε0 ഞാൻ പുറത്തെടുത്തു. ബാക്കി ഇവിടെ ആരുണ്ട്? 1/R2 അല്ലേ? പിന്നെ ഇവിടെ എന്തുണ്ട്? ഇവിടെ ഒരു നെഗറ്റീവ് സൈൻ ഉണ്ട് ഇല്ലേ? ഈ നെഗറ്റീവ് ഇൻറ്റു പോസിറ്റീവ് എന്ന് പറയുന്നത് എന്താ? നെഗറ്റീവ് ആണ്. അപ്പോൾ നെഗറ്റീവ് 1/R1 എന്ന് വരും. നമുക്ക് സാധാരണ ചെയ്യുന്നതോടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാമല്ലോ. V is equal to Q by 4πε0. ഇതിനെങ്ങനെ നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം? R1 മൈനസ് R2 എന്ത് കിട്ടും? R1 മൈനസ് R2 ബൈ R1 R2 എന്ന് കിട്ടും. അപ്പോൾ താഴെ നമ്മൾ എഴുതി ഞാൻ ആ ഇക്വേഷനെ ഞാൻ ഒന്ന് മുകളിലേക്ക് എടുത്ത് എഴുതി. V is equal to Q by 4πε0 into R1 minus R2 by R1 R2. ഇപ്പോഴും നമ്മുടെ ഇക്വേഷന് നമുക്കൊരു പൂർണ്ണ രൂപം കിട്ടിയിട്ടില്ല. ഈ ഇക്വേഷൻ പൂർണ്ണമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? R1നെയും R2നെയും നമുക്ക് കണ്ടുപിടിക്കണം. അതോടൊപ്പം തന്നെ R1നെയും R2നെയും നമ്മൾ എന്ത് ചെയ്യുന്നു? Rന്റെ ടേംസിലേക്ക് നമ്മൾ എഴുതാണ്. അതിന് വേണ്ടിയിട്ട് ബിയിൽ നിന്ന് ഇവിടേക്ക് നമുക്കൊരു പെർപെൻഡിക്കുലറിനെ വരയ്ക്കാം. ബിയിൽ നിന്ന് അല്ലേ? അപ്പോൾ നോക്കി, BD എന്ന് ഞാൻ വരച്ചു. അതെന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി ആണല്ലോ അല്ലേ? ഇനി ഇവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? തീറ്റ എന്ന് ഞാൻ മാർക്ക് ചെയ്തു. ഇതുപോലെ തന്നെ ഇപ്പോൾ ഈ CO എന്ന് പറഞ്ഞ ഈ പോയിന്റ് ഉണ്ടല്ലോ, അതിന് ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഇതുപോലെ തന്നെ ഒരു പെർപെൻഡിക്കുലർ നമ്മൾ ഈ എയിൽ നിന്ന് വരയ്ക്കുകയാണ്. നോക്കിയേ, ഇതിനെ ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു? എയിൽ നിന്ന് ഒരു പെർപെൻഡിക്കുലർ ഞാൻ ഇങ്ങോട്ടേക്ക് വരയ്ക്കുകയാണ് അല്ലേ? അപ്പോൾ നമുക്ക് പേര് കൊടുക്കാമല്ലോ. ഇതിന് എന്ത് കൊടുക്കാം? ഇതിന് E എന്ന്, ഈ പോയിന്റ് നമുക്ക് E എന്ന് മാർക്ക് ചെയ്യാം. ഇനി നോക്കിയേ, ഇത് തീറ്റയാണെങ്കിൽ ഇത് എന്തായിരിക്കും? തീറ്റയായിരിക്കുമല്ലോ. ഇവിടുത്തെ BC എന്ന് പറയുന്നത് എന്തിനോട്? BC എന്ന് പറയുന്നത് R2 ആണല്ലോ. അത് എന്തിനോട് സിമിലർ ആണെന്ന് നോക്കിയേ? സിമിലർ ടു DCയോട് സിമിലർ ആണ് അല്ലേ? BC അതായത് R2 എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണെന്ന് ഇപ്പോൾ പറയുന്നത്? Rനോട് ഈക്വൽ ആണ്. അതുപോലെ തന്നെ അടുത്ത് നമുക്ക് എന്ത് പറയാം? EC എന്ന് പറയുന്നത് സിമിലർ ടു എന്തിനോട് സിമിലർ ആണ്? ACയോട് സിമിലർ ആണ്. മനസ്സിലായോ? ഇപ്പം നമുക്ക് ആ ഫിഗറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാവുന്ന കാര്യമാണ്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യേണ്ടത്? നമ്മൾ പറഞ്ഞു BC എന്തിനോട് സിമിലർ ആണെന്ന് പറഞ്ഞു? DCയോട് സിമിലർ ആണെന്ന് പറഞ്ഞു അല്ലേ? ആ DCയോട് സിമിലർ ആണെങ്കിൽ ബാക്കി ഇവിടെ ചെറിയൊരു പോർഷൻ വരുന്നുണ്ടല്ലോ, ഒരു കുഞ്ഞു പോർഷൻ, അത് എത്രയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണമല്ലോ അല്ലേ? അതുപോലെ നമ്മൾ പറഞ്ഞു EC എന്ന് പറയുന്നത് എന്തിനോട് സിമിലർ ആണെന്ന് പറഞ്ഞു? ACയോട് സിമിലർ ആണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോഴും ഇവിടെ ഒരു കുഞ്ഞു പോർഷൻ വരുന്നുണ്ട്, നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തൊരു കുഞ്ഞു പോർഷൻ വരുന്നുണ്ട്. ആ പോർഷൻ എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. എന്ന് വെച്ചാൽ ഇതിൻ്റെ അർത്ഥം എന്താ? EC എന്ന് പറഞ്ഞാൽ ഈസ് ഈക്വൽ ടു OE പ്ലസ് OC ആണല്ലോ. അതായത് OE പ്ലസ് OC ആണല്ലോ.
അപ്പോൾ OE എന്താണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ. മനസ്സിലായോ? അതാണ് പറഞ്ഞത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഫ്രം ട്രയാങ്കിൾ, ഈ ഒരു ട്രയാങ്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം ആദ്യം തന്നെ, അല്ലേ? DOB എന്ന് പറഞ്ഞ ട്രയാങ്കിളിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൽ നിന്ന് എനിക്ക് കിട്ടേണ്ടത് ഏത് ഭാഗം? OD ആണ് കിട്ടേണ്ടത്. അതായത് ഈ ഭാഗമാണ് എനിക്ക് കിട്ടേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? സൈൻ ആണോ കോസ് ആണോ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്? കോസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു, കോസ് തീറ്റയുടെ ഇക്വേഷൻ എന്താ? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്, അല്ലേ? ഇവിടുത്തെ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറയുന്നത് ഏതാ? OD ആണ്, അല്ലേ? അഡ്ജസൻറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എപ്പോഴും ഹൈപ്പോട്ടന്യൂസ് നമ്മൾ ഏതെടുക്കുക? 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് കിടക്കുന്നത്, അതായത് ഈ ഭാഗം. ഇതാണോ 90 ഡിഗ്രി? അതായത് ഈ ഭാഗമാണ് ഹൈപ്പോട്ടന്യൂസ് നമ്മൾ എടുക്കുക. അപ്പോൾ OD ബൈ എന്ത് കിട്ടും? A എന്ന് നമുക്ക് കിട്ടും, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? OD ബൈ A എന്ന് കിട്ടി. അതായത് OD ഈസ് ഈക്വൽ ടു എന്താണ്? A കോസ് തീറ്റ എന്ന് കിട്ടി. ഇക്വേഷൻ നമ്പർ 4 എന്ന് ഞാൻ മാർക്ക് ചെയ്യാണ് അതിന്. ഇനി അതുപോലെ തന്നെ നമുക്ക് ഇനി അടുത്ത ആരെ കണ്ടുപിടിക്കണം? EOനെ നമുക്ക് കണ്ടുപിടിക്കണം, വേണമല്ലോ. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം. ഫ്രം ട്രയാങ്കിൾ, ഏത് ട്രയാങ്കിൾ അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഏത് ട്രയാങ്കിളാ? AOE എന്ന് പറഞ്ഞ ട്രയാങ്കിളാണ് നമ്മളടുത്ത് കൺസിഡർ ചെയ്യേണ്ടത്. AOE. അപ്പോൾ അവിടെ നോക്കി, അവിടെ ഇതുപോലെ തന്നെ കോസ് കമ്പോണൻ്റ് ആണല്ലോ, നമുക്ക് ഈ ഭാഗമാണല്ലോ കണ്ടുപിടിക്കണം. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതായത് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഇവിടെ ഏതാ? OE ആണ്. OE ബൈ ഹൈപ്പോട്ടന്യൂസ് ഏതാ? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ്. അതായത് OE എന്ന് പറയുന്നത് എന്താ? A കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടും. മനസ്സിലായോ? ഇക്വേഷൻ നമ്പർ ഞാനത് ഫിഗറിലേക്ക് ഒന്ന് നോക്കി. നമ്മൾ പറഞ്ഞു EC എന്ന് പറയുന്നത് സിമിലർ ടു AC ആണ്. ഞാൻ ഇവിടെ എഴുതിയതിനെ ഇവിടേക്ക് ഒന്ന് നീക്കി എഴുതിയിട്ടുണ്ട്. EC എന്ന് പറയുന്നത് ഇപ്പം എങ്ങനെയാണ്? EO പ്ലസ് OC ആണ്, അല്ലേ? EC എന്ന് പറഞ്ഞാൽ EO നമ്മൾ ഈ എക്സ്റ്റെൻഡ് ചെയ്ത ഈ ഒരു കുഞ്ഞി ഭാഗം പ്ലസ് OC ആണ്. നമ്മൾ പറഞ്ഞേക്കണേ AC ഈക്വലാന്ന് പറഞ്ഞു. AC എന്ന് പറയുന്നത് എത്രയാണ്? R1 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? R1 ഈസ് ഈക്വൽ ടു AC ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു EC ആണ്. അതെന്തിനോട് ഈക്വൽ ആണ്? R1നോട് ഈക്വൽ ആണ്, അല്ലേ? അപ്പോൾ R1 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? A കോസ് തീറ്റ പ്ലസ് R എന്ന് നമുക്ക് എഴുതാം. ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തു. അടുത്തതുപോലെ നമുക്ക് ഏത് കണ്ടുപിടിക്കാം? നമുക്കറിയാം BC എന്ന് പറയുന്നത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു DC ആണ്, അല്ലേ? BC എന്ന് പറയുന്നത് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു DC ആണ്, അല്ലേ? അപ്പോൾ BC ഈസ് ഈക്വൽ ടു ടോട്ടൽ എത്രയാ? R ആണല്ലോ. R മൈനസ് A കോസ് തീറ്റ എന്ന് എനിക്ക് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? BCയുടെ ഡിസ്റ്റൻസ് BC എന്ന് പറഞ്ഞാൽ എത്രയാണ്? R2 ഈസ് ഈക്വൽ ടു R മൈനസ് A കോസ് തീറ്റ. R1 R2 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറക്റ്റ് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? V ഈസ് ഈക്വൽ ടു Q ബൈ 4 എപ്സിലോൺ 0 ഇൻറ്റു R1 ഈസ് ഈക്വൽ ടു R പ്ലസ് A കോസ് തീറ്റ മൈനസ്, നടുക്കൊരു മൈനസ് ഉണ്ടല്ലോ, R2ൻ്റെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? R മൈനസ് A കോസ് തീറ്റ എന്ന് കൊടുക്കാം. ബൈ ഡിവൈഡഡ് ബൈ R2. നമ്മൾ എന്ത് ചെയ്യണം? V ഈസ് ഈക്വൽ ടു Q ബൈ 4 എപ്സിലോൺ 0 ഇൻറ്റു R പ്ലസ് A കോസ് തീറ്റ. ഇവിടെ ഒരു മൈനസ് ഉണ്ടല്ലോ, ഈ മൈനസിനെ വെച്ചിട്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യും? മൈനസ് R, ഈ മൈനസ് ഇൻറ്റു മൈനസ് പോസിറ്റീവ് എന്ത് വരും? A കോസ് തീറ്റ എന്ന് വരും. ബൈ R പ്ലസ് A കോസ് തീറ്റ ഇൻറ്റു R മൈനസ് A കോസ് തീറ്റ എന്ന് നമുക്ക് എഴുതാം. ഇനി നോക്കിയേ, ഇത് പോസിറ്റീവ് R ആണ്, ഇത് മൈനസ് R ആണ്, നെഗറ്റീവ് R ആണ്, അല്ലേ? കട്ട് ചെയ്ത് കളയാലോ നമുക്ക്. പ്ലസ് ആറും മൈനസ് ആറും നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ബാക്കി എന്തുണ്ട്? A കോസ് തീറ്റ പ്ലസ് A കോസ് തീറ്റ. A കോസ് തീറ്റ പ്ലസ് A കോസ് തീറ്റ എന്താ? 2A കോസ് തീറ്റയാണ്. ബൈ A പ്ലസ് B ഇൻറ്റു A മൈനസ് B ഫോമിലാണല്ലോ ഇത് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A സ്ക്വയർ മൈനസ് B സ്ക്വയർ ആണല്ലോ, അതായത് R സ്ക്വയർ മൈനസ് A സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു Q ഉണ്ട്, അല്ലേ? Q ഉണ്ട്, 2 ഉണ്ട്, A ഉണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട്
അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്യൂവിനും 2a നമുക്കൊന്ന് അടുപ്പിച്ച് എഴുതാം. അപ്പോൾ v is equal to ഒറ്റയടിക്ക് p എന്ന് എഴുതാട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്ത് വരും, 1/4πε0. ചിലവർക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞ് പെട്ടെന്ന് എങ്ങനെ p വന്നതെന്നൊരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും നീട്ടി പിടിച്ച് പറയുന്നേ ഉള്ളൂ. 1/4πε0 ഇൻറ്റു ക്യൂവിനെ ഞാൻ ഇവിടെ എഴുതി 2a, അവർ 3 വരെ അടുപ്പിച്ച് എഴുതി. പിന്നെന്താ, cos θ ബൈ r² മൈനസ് a² cos സ്ക്വയർ തീറ്റ. p is equal to q ഇൻറ്റു 2a ആണ്. Therefore v എന്ന് പറയുന്നത് q ഇൻറ്റു 2a സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാം, p എന്ന് കൊടുക്കാം. 1/4πε0 p cos θ ബൈ r² മൈനസ് a² cos സ്ക്വയർ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇപ്പം r എന്ന് പറയുന്നത് ഇഫ് r ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ a ആണെന്ന് വിചാരിക്കാം. r എന്ന് പറയുന്നത് ഏത് പോയിന്റാ നമുക്കറിയാമല്ലോ. ഇവിടെ തുടങ്ങി ഒയിൽ നിന്ന് സിയിലേക്കുള്ള ദൂരമാണ് നമ്മൾ പറഞ്ഞത് r എന്ന് പറഞ്ഞത്, അല്ലേ? അപ്പം നമ്മൾ എടുക്കുന്ന ഈ പോയിന്റ് ഡൈപോളിൽ നിന്ന് ഒരുപാട് ദൂരത്താണെന്ന് വിചാരിക്കാം. മനസ്സിലായോ? നമ്മൾ എടുക്കുന്ന ഈ പോയിന്റ്, അല്ലേ, ആ പോയിന്റ് ഡൈപോളിൽ നിന്ന് ഒരുപാട് ദൂരത്താണ് ഇരിക്കണേ എന്ന് വിചാരിക്കുക. a അല്ല ഇവിടെ ചെറുത്, r വളരെ കൂടുതലാണ്. അങ്ങനെയാണെങ്കിൽ a നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, v is equal to 1/4πε0 p cos θ ബൈ r², അല്ലേ? p cos θ ബൈ r² എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയല്ലോ. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞത്, നമ്മളിവിടുത്തെ c എന്ന് പറഞ്ഞ പോയിന്റ് എന്ന് പറയുന്നത് ആക്സിയൽ ലൈനിലും അല്ല ഇക്വറ്റോറിയൽ ലൈനിലും അല്ല. ആക്സിയൽ ലൈൻ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ നിങ്ങൾക്ക്, ഈ ലൈനിലും അല്ല ഇക്വറ്റോറിയൽ ലൈനിലും അല്ല, രണ്ടിൻ്റെയും ഇടയിലാണ് ഞാൻ ഈ c എന്ന് പറഞ്ഞ പോയിന്റിന് എടുത്തത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ c എന്ന് പറഞ്ഞ പോയിന്റ് ഇപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആക്സിയൽ ലൈനിലായിരുന്നെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്, അതാണ് നമ്മൾ ഓരോ കേസസ് ആയിട്ട് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് ലൈൻ എന്ന് പറഞ്ഞാൽ ആക്സിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യുകയാണ്. അതായത് ഒരു ഡൈപോള് വെച്ചു, ഇത് -q എന്ന് പറഞ്ഞ ചാർജ്, ഇത് +q എന്ന് പറഞ്ഞ ചാർജ്, -q ഇരിക്കുന്ന സ്ഥലത്ത് a b എന്നൊക്കെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്തു, നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇതിൻ്റെ ആക്സിയൽ ലൈനിലാണ് ഈ c എന്ന് പറഞ്ഞ പോയിന്റ് ഇരിക്കണേ എന്ന് വിചാരിക്കാം. മനസ്സിലായോ? നമ്മൾ നേരത്തെ എവിടെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്, ഇക്വറ്റോറിയൽ ലൈനിലും അല്ല ആക്സിയൽ ലൈനിലും അല്ല, അതിൻ്റെ ഇടയിലാണ് നമ്മളൊരു പോയിന്റിനെ കൺസിഡർ ചെയ്തത്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് കൺസിഡർ ചെയ്യുന്നത്, ആ പോയിന്റ്, അതായത് c എന്ന് പറഞ്ഞ പോയിന്റിന് ആക്സിയൽ ലൈനിലെ എവിടെയെങ്കിലും ഒരു പോയിന്റിലാണ് നമ്മൾ c എന്ന് പറഞ്ഞ പോയിന്റിനെ മാർക്ക് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെയാണെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് is equal to എത്രയായിരിക്കും, 0 ഡിഗ്രി ആണ്. തീറ്റ എന്ന് പറയുന്നത് 0 ഡിഗ്രി ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു, ഈക്വൽ ടു 1/4πε0 p cos θ ബൈ r² എന്നായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്, അല്ലേ? അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൽ തീറ്റയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കണം, 0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ v is equal to നമുക്ക് എന്ത് കിട്ടും, 1/4πε0 p cos 0 ബൈ r² എന്ന് വരും. അപ്പോൾ v is equal to cos 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണല്ലോ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, 1/4πε0 p ബൈ r² എന്ന് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ആക്സിയൽ ലൈനിൽ നമ്മളൊരു പോയിന്റിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു 1/4πε0 p ബൈ r² എന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്ത കേസ് നമുക്ക് കൺസിഡർ ചെയ്യാമല്ലോ. അടുത്ത കേസ് നമുക്ക് എന്താ, അപ്പോൾ നമ്മളിപ്പോൾ ആക്സിയൽ ലൈനിലുള്ള ഒരു പോയിന്റ് കൺസിഡർ ചെയ്ത് ഇനി അടുത്ത് എന്തായിരിക്കും, ഇക്വറ്റോറിയൽ ലൈനിൽ നമ്മൾ ഇതുപോലെ തന്നെ ഒരു പോയിന്റിനെ നമ്മൾ കൺസിഡർ ചെയ്യും. അപ്പോൾ കേസ് 2 അത് ഇക്വറ്റോറിയൽ ലൈൻ. ഒരു ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ ഇക്വറ്റോറിയൽ ലൈനിലാണ് c എന്ന് പറഞ്ഞ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇക്വറ്റോറിയൽ ലൈൻ എന്ന് പറഞ്ഞ ഏത് ലൈൻ, ഇവിടുത്തെ ഈ ലൈൻ, അല്ലേ? ഇക്വറ്റോറിയൽ ലൈൻ ഇവിടെ എവിടെയെങ്കിലും ആണ് നമ്മൾ ഈ പോയിന്റിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നോക്കി, ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, θ is equal to 90 ഡിഗ്രി ആണ്. നമുക്ക് എന്തെടുക്കാം, θ is equal to 90 ഡിഗ്രി എന്നെടുക്കാം. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും, v is equal to 1/4πε0 p cos θ ബൈ r². അതാണല്ലോ നമ്മുടെ ശരിക്കുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ അതിൽ v is equal to 1/4πε0 cos p cos എത്ര വരുന്നത്, തീറ്റയുടെ സ്ഥാനത്ത് 90 കൊടുക്കുക ബൈ r². അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, v is equal to 1/4πε0 p ഇൻറ്റു ഇത് 0 ആണല്ലോ, cos 90 എന്ന് പറഞ്ഞാൽ 0 ആണ്,
ബൈ ആർ സ്ക്വയർ, അതായത് വി സി ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് 0 എന്ന് കിട്ടും. എന്ന് വെച്ച് ഇക്വറ്റോറിയൽ ലൈനിലാണ് നമ്മളിപ്പോൾ പോയിന്റ് സി എന്ന് പറഞ്ഞ പോയിന്റ് മാർക്ക് ചെയ്യുന്നെങ്കിൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? 0 ആണ്. മനസ്സിലായോ? വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ഡെറിവേഷൻ ആണ്. എളുപ്പത്തിൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതുള്ളൂ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് ആണ്. അതിൻ്റെ ഡെഫിനിഷനാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ വി ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ് Q1, Q2, Q3 etc. to Qn at a point P is the sum of potential due to the individual charges Q1, Q2, Q3 etc. to Qn at the point P. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഞാനിപ്പോൾ ഒരു സിസ്റ്റത്തിനെ ഞാൻ കൺസിഡർ ചെയ്യണം. സിസ്റ്റത്തിൽ ഒരുപാട് ചാർജസ് ഉണ്ട് എന്ന് വിചാരിക്കാം. തൽക്കാലം ഞാനൊരു 3 ചാർജസിനെ മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റത്തെ ചാർജിനെ Q1 എന്ന് പറഞ്ഞ് പേര് കൊടുത്തു. ഈ ചാർജ് മൂലം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാനിവിടെ പി എന്ന് മാർക്ക് ചെയ്തു. ഈ പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാവുന്നുണ്ടല്ലോ. അടുത്ത് ഞാനൊരു ചാർജ്, അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഞാൻ R1 എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഞാൻ അടുത്ത ചാർജിനെ കൺസിഡർ ചെയ്ത് Q2 എന്ന് പറഞ്ഞ ചാർജിനെ. ഈ ചാർജ് മൂലം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ടല്ലോ, അത് ഞാൻ R2 എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ Q3 എന്ന് പറഞ്ഞ അടുത്ത ചാർജിനെ എടുത്തു, അതുമൂലം ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി ഇതുപോലെ ഇഷ്ടംപോലെ ചാർജസ് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എവിടെയുള്ളത്? ഈ പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് സം ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ആണ്. എന്ന് വെച്ചാൽ എന്താ? ഇപ്പോൾ Q1 എന്ന് പറഞ്ഞ ചാർജ് മൂലം ഈ പോയിന്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പ്ലസ് Q2 എന്ന് പറഞ്ഞ ചാർജ് മൂലം പി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ പ്ലസ് Q3 എന്ന ചാർജ് മൂലം പിയിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ. മനസ്സിലായോ? അപ്പോൾ അതിനെ നമുക്ക് എഴുതാമല്ലോ. അപ്പോൾ ഫസ്റ്റത്തെ ചാർജ് മൂലം, അപ്പോൾ Q1 എന്ന് പറഞ്ഞ ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് എഴുതാം. V1 is equal to 1/4πε0 Q by R. ഈ 1/4πε0 Q by R എന്ന് പറയുന്നത് പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ആണല്ലോ. അപ്പോൾ നോക്കി, Q1 എന്ന് പറഞ്ഞ ചാർജ് മൂലമല്ലേ ഉണ്ടാവുന്നത്. ഞാനിവിടെ Q1 എന്ന് കൊടുത്തു. അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? R1 ആണ്. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡ് ചാർജ് മൂലം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമുക്ക് എങ്ങനെ എഴുതാം? 1/4πε0 സെക്കൻഡ് ചാർജ് Q2 ആണല്ലോ, അതിൻ്റെ ഡിസ്റ്റൻസ് R2 എന്ന് മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ V3 is equal to 1/4πε0 Q3/R3 എന്ന് മാർക്ക് ചെയ്തു. മൈനസ് Q. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പി എന്ന് പറഞ്ഞ പോയിന്റിലുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ ആണല്ലോ നമുക്കിപ്പോൾ പറയേണ്ടത്. എന്ന് പറയുന്നത് ടോട്ടൽ പൊട്ടൻഷ്യലിന് V എന്ന് കൊടുക്കുകയാണ്. V is equal to V1 പ്ലസ് അല്ലേ, ഫസ്റ്റത്തെ ചാർജ് മുതലുള്ളത് പ്ലസ് V2 പ്ലസ് V3 പ്ലസ് V is equal to എന്ത് വരും? V1ൻ്റെ വാല്യൂ കൊടുക്കാമല്ലോ, 1/4πε0 Q1/R1 പ്ലസ് Q2ൻ്റെ 1/4πε0 Q2/R2 പ്ലസ് 1/4πε0 Q3/R3. ടോട്ടൽ പൊട്ടൻഷ്യൽ അറ്റ് P എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സം ഓഫ് ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ ആണ്. മനസ്സിലായോ? ഇനി ഈ സ്റ്റെപ്പിൽ നമുക്ക് 1/4πε0 കോമൺ ആണല്ലോ, അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം. 1/4πε0. ബാക്കി ആരുണ്ട്? Q1/R1 പ്ലസ് Q2/R2 പ്ലസ് Q3/R3 പ്ലസ് ഇതുപോലെ n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? ലാസ്റ്റ് നമുക്ക് എന്ത് എഴുതാം? ഇവിടെ പ്ലസ് Qn/Rn എന്നും കൂടി നമുക്ക് എഴുതാം. മനസ്സിലായോ? ഇതിൽ Q1, Q2, Q3 എക്സെട്ര ടു Qn എന്ന് പറയുന്നത് ചാർജസിന് കാണിക്കുന്നതെന്ന് അറിയാം. R1, R2, R3 എക്സെട്ര ടു Rn എന്ന് പറയുന്നതോ ഡിസ്റ്റൻസിനെയാണ്. എവിടെ വരെയുള്ള ഡിസ്റ്റൻസ്? ചാർജിൽ നിന്ന് P എന്ന് പറഞ്ഞ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. വളരെ എളുപ്പമായിട്ടുള്ളൊരു ടോപ്പിക്കാണ്, പെട്ടെന്ന് പഠിച്ചെടുക്കാവുന്നതുള്ളൂ.